സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ, ഞാൻ ദാ വന്നോണ്ടിരിക്കാ മനുഷ്യ. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ് ബസ് മിസ്സായി. ഞാൻ ഇപ്പൊ എത്തും. നിങ്ങളൊന്ന് പിടയ്ക്കാതിരിക്കും മനുഷ്യ. ഞാൻ ദാ എത്തി. ചേച്ചി, ഈ പുളിമാത്ത് ജംഗ്ഷൻ എവിടെയാ? അയ്യോ, പുളിമാത്ത് ജംഗ്ഷൻ അത് ഇവിടെയല്ല, അങ്ങോട്ട്. അയ്യോ, എന്റെ മാല. അയ്യോ, കുറച്ച് പൈസ എടുക്കാണ്ട് വാ, നമുക്ക് ഈ പൈസ എടുത്തോണ്ട് പോവാം. എന്ത് എടുക്കണില്ലേ? എടുക്കല്ലേ? പിൻ നമ്പർ അറിഞ്ഞൂടെ? പിൻ നമ്പറൊക്കെ അറിയാം. എടി എടി, ഒരു കിസ് തരോടി. ഒരു കിസ് മതി പ്ലീസ് ഡി. ഇവിടെ ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഒന്നും വർക്കാവത്തില്ലടി, ഒരു കിസ് അടി. ഒറ്റ കിസ്സല്ലടി ചോദിച്ചോളൂ. വാ വാ, പോവുമ്പോ നീ വാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ആ പടക സ്റ്റാറിന്റെ പടം ഇറങ്ങിയിട്ടോ, അത് പോയി കാണാം. അതാകുമ്പോ തിയേറ്ററിൽ ആരും കാണില്ല. പെട്ടെന്ന് നേർ കലിപ്പാവും. ഓ, കേറയല്ലേ? എല്ലാത്ത വയ്യ വലിയത്. അരെ വാ, കറങ്ങണല്ല ശേ, വെളുക്കും വരെ കറക്റ്റായിട്ട് കറയിക്കോണം. വെളുക്കുമ്പോ കറങ്ങണ കാറ്റിന്റെ ഓരത്ത് ഞാനൊന്ന് കിടന്നോട്ടെ. നമ്മള് പോയേക്കാം, ആർക്കൊരു ശല്യമാണല്ലോ. സുഖമായിട്ടൊന്നും ഉറങ്ങാൻ സമയമില്ല, മയിലാടി.
എന്തോന്ന് കേട്ടത്? 100-ന്റെയും 200-ന്റെയും 500-ന്റെയും നോട്ടുകൾ കിട്ടുമെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് 200 നോട്ട് വരുന്നില്ലല്ലോ ഏട്ടാ. മിനിമം 500 എങ്കിലും എടുക്കണം. അപ്പൊ 500 രൂപയിലും അക്കൗണ്ട് ഇല്ലാത്തൊരെന്ത് ചെയ്യും? എടുക്കണ്ട. അങ്ങനെയാ ബാങ്കുകാര് പറയുന്നത്. നല്ല ബാങ്കുകാര്. ചേട്ടാ 200 രൂപ എടുക്കാൻ പറ്റുന്ന വല്ല ATM-ഉം ഈ പരിസരത്തെങ്ങാനുണ്ടോ? അത് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ പോകണം. 4-5 കിലോമീറ്ററോ? അത്രയുണ്ട്. ചേട്ടാ കുറച്ച് പൊടി ഉണ്ടെങ്കിൽ തരൂ. ഓ, താൻ വലിക്കോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ തമിഴ്നാട്ടിലായിരുന്നപ്പോഴേ ആ. കിട്ടിയ ശീലോ. ഇപ്പൊ ചേട്ടൻ വലിക്കുന്ന കണ്ടപ്പോ പെട്ടെന്നൊരു കൊതി. ഒരുപാട് ശീലമില്ലല്ലേ? നിങ്ങളുടെ പേരെന്താ? ഞാൻ അലി. ഞാൻ രാമൻ. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. ചേട്ടന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു അവിടെ. സെക്യൂരിറ്റിയോ? അല്ല, ഈ ATM-ന്റെ ഈ പൈസയൊക്കെ ലോഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓ, ഇപ്പൊ നാട്ടിലെന്ത് ചെയ്യുന്നു? നാട്ടില് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ സെക്യൂരിറ്റി ആയിട്ട് പോവും, പല ഓഫീസിന്റെ വീടിന്റെ ഒക്കെ. പിന്നെ ഡ്രൈവറായിട്ട്, ഊബർ ഡ്രൈവറായിട്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റ്, വസ്തു കച്ചവടം, അങ്ങനെ എല്ലാം കൂടെ കഞ്ഞുടിച്ച് പോണ്ട ചേട്ടാ. ചേട്ടന്റെ ഡ്യൂട്ടി ടൈമൊക്കെ എങ്ങനെയാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ തൊട്ട് രാത്രി വരെ, രാത്രി തൊട്ട് രാവിലെ വരെ. ശരിയേട്ടാ, കാണാം. ഓ, ശരി എന്നാ. എനിക്ക് ആവശ്യമുള്ള പണം കൊണ്ട് ഞാൻ പോളോളാ. എന്റെ ഷെയർ എത്ര? 70, 30. 50, 50. 60, 40. 50, 50. 50, 50. തനിക്ക് എത്ര രൂപ വേണ്ടേ? എനിക്കൊരു 5 ലക്ഷം രൂപ വേണം ചേട്ടാ. 5 ലക്ഷോ? എടോ, ഇതിനകത്ത് കൂടി വന്ന ഒരു 30,000 രൂപ കാണും. എത്രയോ ആൾക്കാരാ വന്നു കയറി പോയത്. ഈ ബിൽഡിങ്ങിന്റെ പുറകുവശം അവിടെ ഒരു ചിട്ടി കമ്പനിയാ, ചെട്ടിയാർ ചിട്ടി ഫണ്ട്സ്. കണക്കിപ്പെടാത്ത ഒരുപാട് പണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെയായിരുന്നു. നിനക്ക് അവിടെ കയറാൻ പറ്റുമോ?
എൻ്റെ കയ്യിലൊരു കള്ള താക്കോലുണ്ട്. ഞാൻ അവിടെ ജോലിയിലിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. ഈ താക്കോല് കൊണ്ട് നിനക്ക് ആ ഷട്ടർ തുറക്കാം. പടിക്കെട്ടുകൾ കയറി നീ 2ാം നിലയിലെത്തുമ്പോൾ വലതുവശത്തായി ഒരു വാതിൽ കാണാം. അതൊന്ന് ആഞ്ഞു തള്ളിയാൽ തുറക്കും. അകത്ത് കിടന്നാൽ ആദ്യം കാണുന്നത് ഒരു ഓഫീസ് റൂം. മുകളിലത്തെ ഷെൽഫിലാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത്. നിനക്ക് ആവശ്യമുള്ള പണം എടുക്കാം. പക്ഷേ ഒരു കാര്യം, നിനക്ക് ആവശ്യമുള്ളതേ എടുക്കാവൂ. ചേട്ടാ എന്തിനാ അടച്ചത്? ചേട്ടാ സാധനം കിട്ടി. ചേട്ടാ തുറക്കേട്ടാ. ചേട്ടാ 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 നിങ്ങൾക്ക് മുഴുവൻ പണയം എടുത്തോ? ഒന്ന് തുറന്നു വിട് ചേട്ടാ. ചേട്ടാ എന്റെ മോട്ട് ഓപ്പറേഷൻ കാരണമാണോ ഞാനിങ്ങനെ? അല്ലാതെ ഞാനൊരു കള്ളനോ കൊള്ളക്കാരനൊന്നും അല്ല. തുറന്നു വിടണോ? ഈ പണം കൊണ്ടുപോയിട്ടോ എന്റെ മോട്ട് ഓപ്പറേഷൻ നടക്കാൻ. അല്ലെങ്കിൽ അവള് ചേട്ടാ തുറന്നു വിടേട്ടാ. എനിക്ക് പോണം. എന്റെ കുടുംബത്തിൽ ഞാനുള്ളൂ കേട്ടോ. കുടുംബത്തെ സ്നേഹിക്കുന്നവൻ കുടുംബത്തിനൊപ്പം വേണം, അല്ലാണ്ട് അഴിക്കുള്ളിലല്ല. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ പടച്ചോൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും. എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു. ഞാൻ പൈസയുടെ ഓട്ടത്തിലായിരുന്നേ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടിക്ക. ഇന്ന് പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ പ്രശ്നമൊന്നുമില്ല, മോക്കുടനെ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ലെന്നാ പറഞ്ഞ. ആ പഠിച്ചോൻ എന്തൊക്കെയോ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടിക്ക. പഠിച്ചോൻ എന്തൊക്കെയോ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടിക്ക. പടച്ചോൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും. പടച്ചോൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും. ചേട്ടാ അല്ല, കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി നേരത്തെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ആ കുറച്ചു നേരത്തിന് മുമ്പ്. അത് പിന്നെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇവിടുത്തെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ലേട്ടാ, കുറച്ചും കൂടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഈ രാമൻ ചേട്ടൻ, പുള്ളി ഇതാണോ നിങ്ങൾ പറഞ്ഞ ആള്? ഇത് കുറച്ചു കാലം മുമ്പ് കുറച്ച് പേരോട് ATM കുത്തി പൊളിക്കാൻ വേണ്ടി വന്നിരുന്നു. അന്ന് രാമണ്ണായിരുന്നു ഡ്യൂട്ടി. കയറി തടഞ്ഞു നിന്നു. അതിലൊരുത്തിൻ്റെ നല്ലൊരു സാധനം ഉണ്ടായിരുന്നു. വച്ച് കയറ്റി കൊടുത്തു. ആളപ്പം തന്നെ സാറേ, പട്ടാളക്കാർ സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവണ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടായിരിക്കും ഒരാൾ സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. പാവം.
ഞാൻ അലി. ആ, ആ. ശരി, അടക്കണം. കുടുംബത്തെ സ്നേഹിക്കുന്നവൻ കുടുംബത്തിനൊപ്പം വേണം, അല്ലാണ്ട് അഴിക്കുള്ളിലല്ല. ചേട്ടൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ എങ്ങനെയാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ തൊട്ട് രാത്രി വരെ, രാത്രി തൊട്ട് രാവിലെ വരെ. നീ വാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ആ പടക്ക സ്റ്റാറിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, അത് പോയി കാണാം. അതാകുമ്പോ തിയേറ്ററിൽ ആരും കാണില്ല, പെട്ടെന്ന് നേരെ കലിപ്പാവും. സുഖമായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല, മയിലാടികൾ.